السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. പ്രിയമുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, സഹോദരീ സഹോദരന്മാർ, സയ്യിദ് പൂക്കോയ തങ്ങൾ ഐദ്രുസി കാർത്തല നവ്വറല്ലാഹു മർക്കദ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാം ആഖിബത്ത് നന്നാക്കുമാറാവട്ടെ. അവിടുത്തെ 19ാമത് ഉർസ് ആണ്ട് നേർച്ചയിലാണ് നാം ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ളത്. കഴിഞ്ഞ 18ാമത് ആണ്ട് നേർച്ചയിൽ മഹാനവറുകളുടെ സ്മരിക്കുകയും അവിടത്തോടുള്ള മഹബത്ത് നാം പ്രകടിപ്പിക്കുകയും അവിടത്തേക്ക് ഹദിയ ചെയ്യുകയും അവിടുത്തെ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. ഇന്ന് മഹാനവറുകളെ സ്മരിക്കുന്നതോടുകൂടെ അവിടുത്തെ ജീവിതത്തിൻ്റെ പാതിയായ മഹദി സയ്യിദത്ത് ഖദീജ ബീവി, അവിടത്തെയും കൂടി നാം ഈ സമയം ഓർക്കുകയാണ്. പൂക്കോയ തങ്ങൾ എന്തായിരുന്നോ അത് തന്നെ ദർപ്പണമായി ഈ സമൂഹത്തിന്, കാർത്തലക്കാർക്ക് പ്രത്യേകിച്ച് അറിയാവുന്നതാണ് മഹദി അവറുകൾ. അവരുടെ ജീവിതവും നമുക്ക് വേണ്ടി നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും കേൾക്കുകയും പരിഹാരം നൽകുകയും ചെയ്തിരുന്ന മഹദി അവറുകൾ, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, ഈ കാർത്തല ചുറ്റപ്പെട്ടിരിക്കുന്ന ചെറിയ കുന്നുകളുണ്ട്, മലകളുണ്ട്. ആ മലകളെ വലിയൊരു മലയായി നമ്മളൊന്ന് സങ്കല്പിക്കുക. ആ മല വൃക്ഷാദികളാൽ വനനിബിഡമായ കൂരിരട്ട് നിറഞ്ഞ ഹിംസ്രജീവികൾ ജീവിക്കുന്ന, വന്യമൃഗങ്ങൾ സ്വൈരവിഹാരം കൊള്ളുന്നൊരു വലിയ മലയെ നാം ഒന്ന് സങ്കല്പിക്കൂ. ആ മല വനനിബിഡമാണ്, കൂരിരട്ട് നിറഞ്ഞതാണ്, ഭീതിപ്പെടുത്തുന്നതാണ്. അമ്പരത്തോട് മുട്ടി നിൽക്കുന്ന മലയെ നാം ഒന്ന് സങ്കല്പിക്കുക. ആ മലക്കപ്പുറത്തൊരു ഇടമുണ്ട്. ആ ഇടത്ത് മനുഷ്യൻ ലോകത്ത് അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന, സുഖിക്കുന്ന, രസിക്കുന്ന, അവൻ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഈ ലോകത്ത് അനുഭവിക്കുന്നുണ്ടോ, ആസ്വദിക്കുന്നുണ്ടോ എങ്കിൽ ആ സുഖങ്ങളും ആ രസങ്ങളും മുഴുവനും എന്നേക്കുമായി മുറിയാതെ കണ്ട് രസിക്കാനും സുഖിക്കാനും മനുഷ്യൻ എന്താഗ്രഹിക്കുന്നുവോ അതവിടെ നടപ്പിലാക്കാൻ കഴിയുന്നൊരിടമുണ്ടെന്ന് സങ്കല്പിക്കുക. മനുഷ്യൻ എന്തിച്ഛിക്കുന്നുവോ, എന്താഗ്രഹിക്കുന്നുവോ ആ സമയത്ത് അവന്റെ മുന്നിൽ അത് പരിഹരിക്കപ്പെടുന്ന, വേദനകളില്ലാതെ, വിഷമങ്ങളില്ലാതെ സുഖം മാത്രം അനുഭവിക്കുന്നൊരു ഇടമുണ്ടെന്ന് സങ്കല്പിക്കുക. ആ മലയുടെ അപ്പുറത്തേക്ക് എത്തിപ്പെടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. പക്ഷേ അങ്ങനെ ഒരു ഇടമുള്ളത് സത്യമാണ്. അവിടെ സുഖങ്ങളുണ്ട്, ദുഃഖമില്ല. അവിടെ വേവലാദികളില്ല, അവലാദികളില്ല, വ്യതകളില്ല. ആഗ്രഹിക്കുന്നത് മുഴുവനും കിട്ടുന്നൊരു സുഖത്തിന്റെ പറുദീസ അവിടെയുണ്ട്. പക്ഷേ
അവിടേക്ക് ചെന്നെത്തിപ്പെടാൻ ഒരേ ഒരു വഴി മാത്രമാണുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പരത്തുമ്പിയായി കിടക്കുന്ന മലമുകളിലുള്ള ഒരു മലമ്പാത മാത്രമാണ്. അത് ദുർഘടവുമാണ്. ആ മലമ്പാത വിട്ടുകടന്ന് മാത്രമേ അവനിക്ക് ആ ഇടത്തേക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവൻ്റെ ആഗ്രഹങ്ങൾ എന്നേക്കുമായി തീരുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവൻ്റെ രസമെന്തെന്നറിഞ്ഞതും നിത്യമായി അവിടെ നിന്ന് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ വിട്ടുകടക്കേണ്ടത് ഏറ്റവും ദുർഘടമായ വന്യമൃഗങ്ങളുള്ള, ഹിംസജന്തുക്കളുള്ള, ഇഴജന്തുക്കളുള്ള, കൂരിരട്ട് നിറഞ്ഞ ആ മലമുകളിലൂടെ സഞ്ചരിച്ചു വേണം ആ പറുദീസയിലേക്ക് ചെന്നെത്തിപ്പെടാനെങ്കിൽ. പക്ഷേ ആ ഒരു വഴി ഏതാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബലദിൽ പറയുന്നുണ്ട്. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈനി വഹദൈനാഹുൻ നജ്ദൈൻ ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ. മനുഷ്യന് നാം നാവ് നൽകിയില്ലയോ, രണ്ട് ചുണ്ടുകൾ നൽകിയില്ലയോ? നല്ലതും ചീത്തയുമായ അവന്റെ സൗഭാഗ്യത്തിന്റെ ഏറ്റവും ആനന്ദമായ ആ ഇടത്തേക്ക് എത്തിപ്പെടാനുള്ള സുന്ദരമായ ഋജുവായ പാതയും അവനക്ക് നാം കാണിച്ചു കൊടുത്തില്ലയോ? എന്നിട്ട് പരിശുദ്ധ ഖുർആന്റെ ഒരു ചോദ്യമുണ്ട്, ഫലഖ്തഹമൽ അഖബ. എന്നിട്ടും മനുഷ്യൻ എന്തേ ആ മലമ്പാത വിട്ട് കടക്കാത്തതെന്ന്. എന്നിട്ടല്ല ചോദിക്കുന്നു, വീണ്ടും ഒരു ചോദ്യമുണ്ട്, വമാ അദ്റാക മൽ അഖബ. എന്താണ് ആ അഖബ മലമ്പാത, ആ ദുർഘടമായ പാതയെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ടത് വിശദീകരിച്ചിട്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫഖ്ഖു റഖബ, അടിമത്ത മോചനമാണത്. സാമ്പത്തിക അടിമത്തത്തിൽ അകപ്പെട്ട മനുഷ്യന്റെ മോചനമാണത്. അധികാര അടിമത്തത്തിൽ അകപ്പെട്ട മനുഷ്യരുടെ മോചനമാണത്. മാർമികവും മാനസികവുമായ, ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരുടെ മോചനമാണത്. പരിശുദ്ധ ഖുർആൻ അവിടെ പറയുകയാണ്, ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്അബ. എന്നിട്ട് പറയുന്നുണ്ടോ, ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്അബ. മസ്അബ, വിശക്കുന്ന സമയത്ത് മനുഷ്യർക്ക് ഊട്ടുന്നതാണത്. വിശക്കുന്ന സമയത്ത് മനുഷ്യർക്ക് ഊട്ടുന്നതാണ്. ചേർത്ത് പിടിക്കേണ്ട യതീമുകളാകാം അവർ. മണ്ണു പുരണ്ട പാവപ്പെട്ടവനാകാം അത്. മണ്ണ് പുരണ്ട പാവപ്പെട്ടവനെയും ചേർത്ത് നിർത്തേണ്ട ആലംബഹീനനെയും കൂടെ നിർത്തിക്കൊണ്ടവന്റെ വിഷമഘട്ടങ്ങളില് അവന്റെ എല്ലാ വേദനയിലും അവനോടൊത്ത് ചേരലാണ്, അവന്റെ പ്രയാസങ്ങളിൽ നിന്ന് അവനെ മോചിപ്പിക്കലാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതാണ് ആ വഴി, അതാണ് ആ വഴിയെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രയാസമാണ് ആ വഴി. ആ വഴി വിട്ട് കടന്നവരാണ് നാം ഇന്ന് അനുസ്മരിക്കുന്ന ഐദ്റൂസി തങ്ങൾ, മഹാനായ പൂക്കോയ തങ്ങൾ ഐദ്റൂസി. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മനുഷ്യനെ വേർതിരിക്കാതെയാണ് അക്കബയെ വിവരിച്ചത്. വിശക്കുന്നവന്റെ മതം നോക്കാതെയാണ് പരിശുദ്ധ ഖുർആൻ അവിടെ വിശപ്പകറ്റാൻ പറഞ്ഞത്. ഏതു മനുഷ്യനെന്ന് നോക്കാതാണ് പാവപ്പെട്ടവനെ വിവരിച്ചത്. യതീമാരെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ മറ്റു ജാതിക്കാരനെന്നോ മതമുള്ളവനോ മതമില്ലാത്തവനൊന്നു പറഞ്ഞില്ല. മനുഷ്യനെ മാത്രമാണ് അവിടെ വരച്ചു കാണിച്ചത്. ആ മനുഷ്യന് വേണ്ടി ജീവിക്കാൻ, മതസൗഹാർദ്ദത്തോട് ജീവിക്കാൻ ഇവിടെ നമുക്കതിലൂടെ കാണിച്ചു തന്നവരാണ് പൂക്കോയ തങ്ങൾ ഐദ്റൂസി. അള്ളാഹു അവിടത്തെ പോലെ ജീവിക്കുവാൻ, അവിടത്തെ പോലെ നമുക്കും ജീവിക്കുവാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. നമുക്കും ആ മലമ്പാത വിട്ടുകിടന്ന് അനുരാഗത്തിന്റെ സൗഭാഗ്യത്തിന്റെ പറുദീസയിലേക്ക് ചെന്നെത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അങ്ങനെയായിരുന്നു കേരളത്തിലെ ഐദ്റൂസി തങ്ങന്മാരെന്ന് വളരെ വ്യക്തമായിട്ട് ഒരു 3 നൂറ്റാണ്ട് കാലം കേരളത്തെ വാണിരുന്ന ഐദ്റൂസി തങ്ങന്മാരുടെ ചരിത്രങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണിച്ചു തന്നത് അതാണ്. ഈ മനുഷ്യരെ വേർതിരിക്കാതെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതായിരുന്നു. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, നമുക്കും അതുപോലെ ജീവിക്കുവാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ ബൃഹത്തായി ഗഹനമായി ഉസ്താദ് നമ്മോട് ഉദ്ബോധനം നടത്തും. ഇൻഷാ അല്ലാഹ് ഇവിടെ സ്വാഗതം പറയുകയാണ്. ഈ സദസ്സിലേക്ക് നമ്മെ ആദ്യമായി ഈ സദസ്സിനെ സൂഫി കാവ്യത്തിലൂടെ
നമ്മുടെ ഹൃദയങ്ങളെ, ചിന്തയെ ഏകീകരിച്ച് അള്ളാഹുവിലേക്ക് കൊണ്ടെത്തിച്ചേർത്ത കവാലി പാടിയ കുട്ടികളെ ഞാൻ ഈ സദസ്സിൽ സ്വാഗതം ചെയ്യുകയാണ്. ശേഷം മൗലിദ് പാരായണം നടത്തിയ അതിന് നേതൃത്വം നൽകിയവരെയും സ്വാഗതം ചെയ്യുകയാണ്. ശേഷം നമ്മുടെ പൂക്കോയ തങ്ങളുടെ പേരമകൻ പൊന്നുമോൻ ഖിറാഅത്ത് നമുക്ക് ഇവിടെ അവതരിപ്പിച്ചു. അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്തോടുകൂടുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ എല്ലാമായ സ്വാലിഹ് തങ്ങൾ ഐദുറൂസി മഹാനവറുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ കേരളത്തിൻ്റെ അഭിവന്യ ആത്മീയ ഗുരു, കോഴിക്കോട് വലിയ കാളി പാണക്കാട് തറവാട്ടിൻ്റെ ആത്മീയ പുത്രൻ നാസർ അബ്ദുൽ ഹയ്യ് ശിഹാബ് തങ്ങൾ മഹാനവറുകളെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ നമ്മെ ഇനിയുള്ള സമയങ്ങൾ നമുക്ക് വെളിച്ചം പകർന്നു തരുന്നതിന്, നമുക്ക് തിരുനാളം കത്തിച്ചു തരാൻ ഉദ്ബോധനം നടത്തേണ്ട ഉസ്താദ് മുഹമ്മദ് ഫൈസി ഓണംപള്ളി ഉസ്താദിനെയും സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ആശംസ പറയേണ്ട നമ്മുടെ പള്ളിയുടെ, നമ്മുടെ മഹല്ലത്തിൻ്റെ ഖത്തീബ് ഉസ്താദ് അബ്ദുൽ ലത്തീഫ് വഹബി കാളാച്ചാൽ, അവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിനെ ദിക്ർ ദുആകളെ കൊണ്ട് ധന്യമാക്കി അവസാനം അള്ളാഹുവിലേക്ക് കേണപേക്ഷിച്ച് കരഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ ഇൻഷാ അല്ലാഹ് സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി കോഴിക്കോട് ഖാദി മഹാനവറുകൾ അല്പസമയത്തിനുള്ളിലെത്തും. അഭാവത്തിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. ഈ സ്റ്റേജിലുള്ള ഒട്ടനവധി ആളുകളുണ്ട്. ഈ മഹല്ലത്തിൻ്റെ പ്രസിഡന്റ്, കരുത്തനായ പ്രസിഡന്റ് കുഞ്ഞിത്തങ്ങൾ, ഇമ്പിച്ചുകോയ തങ്ങൾ സിയാറത്തിന് നമുക്ക് പ്രാർത്ഥന നമുക്ക് ചെയ്തു തന്ന ഇമ്പിച്ചുകോയ തങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മഹല്ലത്തിൻ്റെ കരുത്തുറ്റ ജനറൽ സെക്രട്ടറി കുഞ്ഞുട്ടി ഹാജിയെ, കുഞ്ഞാപ്പു ഹാജിയെ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ എല്ലാമായ നമ്മുടെ സംഘാടകരുടെ എല്ലാ വിഷയങ്ങളിലും നേതൃത്വം നൽകി എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന സലീം ക, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെയുള്ള ഒട്ടനവധി ആളുകളുണ്ട്, ഉസ്താദുമാരുണ്ട്, സയ്യിദന്മാരുണ്ട്. എല്ലാവരോടും നമുക്ക് ഒരൊറ്റന്നേ പറയാനുള്ളൂ, നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലി ഖംസത്തുൻ ഉത്ഫി ബിഹാ ഹർറൽ വബാഇൽ ഹാതിമ ബിൽ മുസ്തഫാ വൽ മുർത്തദാ വബ്നാഹുമാ വൽ ഫാത്തിമ. അതേ ഞങ്ങൾക്ക് നാളെ ആഖിറത്തിലും ഈ ദുനിയാവിൻ്റെയും പ്രതിസന്ധികളിലുള്ളൂ. ആ പഞ്ചത്തൻ, ആ 5 പേർ, അവർ ഈ ലോകത്ത് നമുക്കെല്ലാ നിലക്കും നമ്മുടെ എല്ലാമായി നമ്മുടെ കൈപിടിച്ചുയർത്തും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഈ യോഗത്തിൻ്റെ നന്ദി ആശംസിക്കുന്ന അൻവർ സലീം ബാക്കവി തിരുവേഗപ്പുറ, എല്ലാവർക്കും, ഈ സദസ്സിലുള്ള എല്ലാവരെയും പരിമിതമായ സൗകര്യം ഉപയോഗപ്പെടുത്തി സ്ത്രീകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്, പുരുഷന്മാർ അതിനേക്കാളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹിക്കുക. നമ്മുടെ പ്രിയ പൂക്കോയ തങ്ങൾക്ക് വേണ്ടി എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും എത്ര അനുഭവിച്ചാലും തീരാത്തതാണ്. അള്ളാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സയ്യിദ് സ്വാലിഹ് തങ്ങൾ ഐദുറൂസി മഹാനവറുകളെ ആദരപുരസ്സരം ക്ഷണിക്കുന്നു.